അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഇഗ്നിസ് യാർഡിൽ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് നോക്കാൻ വന്നിട്ടുള്ളതാണ്. ഒരാഴ്ച മേലെയായി വന്നിട്ട് നമുക്ക് ടൈം സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്ന് വേറൊരു ആവശ്യത്തിന് വന്നപ്പോൾ യാദൃശികമായിട്ട് എത്തിപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് കാണാമെന്ന് വെച്ചു. തൃശ്ശൂരുള്ള പോപ്പുലർ ഗ്രൂപ്പിൻ്റെ യാർഡിലാണല്ലോ കേട്ടോ. നിരവധി വണ്ടികൾ കാണാം, ഓണത്തിന് കൊടുക്കാനുള്ളതാണ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു വാഹനം, പുതിയ വാഹനം എടുക്കുമ്പോൾ PDI ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് ഡൗട്ട് ആൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ, നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിരിക്കും. അതേ ഒരാളെ വെച്ച് പൈസ ഒക്കെ കൊടുത്ത് ചെയ്യിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. അത്തരം കാര്യങ്ങളൊക്കെ അതിൽ നോക്കാനുള്ളൂ. നിങ്ങൾ ഒരു യൂസ്ഡ് വണ്ടി എടുക്കുമ്പോൾ തീർച്ചയായും ഞാൻ പറയാം, നിർബന്ധമായിട്ട് നിങ്ങൾ അറിയുന്ന ഒരാളെ കൊണ്ടുപോകണം. അതിന് എക്സ്ട്രാ കുറച്ച് പൈസ ചിലവായാലും കുഴപ്പമില്ല. പക്ഷേ പുതിയ വണ്ടി നമ്മൾ ഡെലിവറിക്ക് മുമ്പ് നോക്കാൻ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ ഇയർ ബാക്ക് പോലത്തെ വാഹനങ്ങൾ, പഴക്കമുള്ള വാഹനങ്ങൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണ് ഒരാളെ കൊണ്ടുപോകാന്ന് പറയാം. അല്ലാതെ നോർമൽ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് ഒരാൾ കൂട്ടി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വണ്ടി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുള്ളൂ, ഏതൊരാൾക്കും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വണ്ടി കിടക്കുന്നതിൽ നമ്മുടെ വണ്ടി ഒന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കണം. ഇപ്പോൾ യാർഡ് കണ്ടപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാവില്ലേ, ഇത്രയും വണ്ടികളും അതുപോലെ ഇങ്ങനെ. പക്ഷേ നമ്മൾ കമ്പാരിറ്റീവ്ലി മറ്റുള്ള യാർഡുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ പോപ്പുലറിന്റെ ഫുള്ള് ഇന്റർലോക്കലാണ് വാഹനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ കൂട്ടത്തിൽ നമ്മുടെ വണ്ടി ഒന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കണം. അപ്പോൾ അതൊന്ന് ആദ്യം കണ്ടെത്തിട്ട്. അപ്പോൾ ഈ വണ്ടികൾ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ചിലർക്കൊക്കെ വിഷമം ഉണ്ടാകും. പക്ഷെ വിഷമിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെയാണ് എല്ലാ ബ്രാൻഡിന്റെ അവസ്ഥ. എല്ലാ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാസ് മാർക്കറ്റിൽ വിൽക്കുന്ന വണ്ടികൾ മാത്രമല്ല കേട്ടോ. നിങ്ങളൊരു പ്രീമിയം കാറ്റഗറി നോക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് യാർഡുകൾ ഉണ്ടാവും കേട്ടോ ബ്രാൻഡുകളുടെ. അപ്പോൾ അത് ഒന്നും പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും ഇപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ കണ്ടിട്ടുണ്ടാവും, ചുരുങ്ങിയത് 1000 വണ്ടിയുടെ മേലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 100 കണക്കിന് വാഹനങ്ങൾ ഒരു സ്ഥലത്ത് സ്റ്റോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്തായാലും അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മഴയത്ത് വെള്ളം കയറാതെയൊക്കെ നോക്കണം. അതൊക്കെ നോക്കിയിട്ട് ബ്രാൻഡുകൾക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി ടാസ്കുള്ളൊരു പരിപാടി വണ്ടികളെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഇവിടെ പിന്നെ നമുക്ക് കുറേയൊക്കെ നീറ്റായിട്ട് തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. പോപ്പുലറിന്റെ ഈ ഒരു യാർഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നതാണ്. പക്ഷെ അതുപോലും ഇല്ലാത്ത ഒരുപാട് ഡീലർഷിപ്പുകൾ ഉണ്ട് എന്ന് പറയാം. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. നമ്മൾ പ്രധാനമായിട്ട് വണ്ടിയുടെ നോക്കേണ്ടത് ഏജിങ് എന്ന് പറയും. അതായത് ആ വണ്ടി ജനിച്ചിട്ട് എത്ര ദിവസങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് ഏജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു PDI ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ PDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽഫായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അതിന് വേറൊരാളുടെ ഒരു എക്സ്പേർട്ടിനെ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമാണ്. വളരെ ചുരുങ്ങിയ 1-2 കാര്യങ്ങൾ മാത്രമേ അതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു വണ്ടി, അതായത് ഫോം 20 ഉണ്ട്, നമ്മൾ രജിസ്ട്രേഷൻ സമർപ്പിക്കുന്ന ഒരു ഫോം 20 ഉണ്ട്. അതിൽ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് മാനുഫാക്ചറിങ് മന്ത് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടാണ് RTOയിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത്, പറയാൻ വിട്ടുപോയിട്ട്. അപ്പോൾ തിരഞ്ഞിട്ട് നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇഗ്നിസ് വൈറ്റ് സീറ്റ, ചേസ് നമ്പർ 446245 വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഏജിങ് ആണ്. അത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഷോറൂമിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഫോം 20 ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ ഫോം 20 അവർ കാണിച്ചു തരും, അയച്ചു തരും. കാരണം അത് രജിസ്ട്രേഷന് സമർപ്പിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ പർട്ടിക്കുലർ നമ്മളിപ്പോൾ ഈ കാണാൻ നമ്മൾ എടുക്കാൻ പോകുന്ന ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് 7ാം മാസമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് 8ാം മാസത്തിലാണ്. അപ്പോൾ ജസ്റ്റ് 1 മാസം മുമ്പ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മുടെ മാരുതിയുടെ പ്ലാന്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടൊരു വാഹനമാണ് എന്ന് പറയാം. ഒരു മാസം പോലും തികച്ച് പ്രായമായിട്ടില്ല നമ്മുടെ ഈ എടുക്കാൻ പോകുന്ന വാഹനത്തിന് എന്നുള്ളതാണ്. അപ്പോൾ ഇത് PDI ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ റീഡിങ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് 0 കിലോമീറ്റർ ആയിട്ട് ഒരിക്കലും ഒരു വണ്ടി കിട്ടില്ല. കാരണം ഈ ആടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കണം. ഇതിപ്പോൾ 17 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് അത്തരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 0 കിലോമീറ്റർ ആണ് ഏറ്റവും ബെസ്റ്റ് വണ്ടി എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മണ്ടത്തിലാണ്. അപ്പോൾ ഈ ആടന്നെ കണ്ടില്ലേ, ഒരു അറ്റം മുതൽ ഈ അറ്റം വരെ ഒരുപാട് നമ്മൾ നടന്നിട്ട് തന്നെ നമുക്ക് 2-3 മിനിറ്റ് വേണം ഇവിടെ എത്താനായിട്ട്. അപ്പോൾ അത്രയും നമ്മൾ ഇവിടെ തന്നെ ഒന്ന് 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ തന്നെ ഒരു 2 കിലോമീറ്റർ ആവുമെന്ന് പറയാം. അതുകൂടാതെ തന്നെ പ്ലാന്റിലും അവർ കുറച്ച് ഓടിച്ചിട്ടുണ്ടാവും. ഇതിനിപ്പോൾ ഇവിടുന്ന് PDI കഴിഞ്ഞിട്ട് ഷോറൂമിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഷോറൂമിലെത്തുമ്പോൾ കുറച്ചുകൂടി കിലോമീറ്റർ ആവും. അപ്പോൾ ഒരു 50 കിലോമീറ്ററിനകത്ത് നമ്മൾ പുതിയൊരു വാഹനത്തിന് പ്രതീക്ഷിക്കണം എന്ന് പറയാം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. എത്ര ഓടിയിട്ടുണ്ട്, ഏജിങ് എത്രയാണ്, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കാനുള്ളത് എന്ന് പറയാം. പിന്നെ വണ്ടിയുടെ മൊത്തത്തിലൊരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഏജിങ് കുറഞ്ഞ വാഹനമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ക്വാളിറ്റിയിലൊന്നും നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇത് ബ്രാൻഡ് ന്യൂ ആണ്. നമുക്കിത് സ്റ്റിക്കറുകൾ കണ്ടില്ലേ, ഇതുവരെ നമ്മൾ പറിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലായിടത്തെയും ആ ഡോർ പാനലിലെ സ്റ്റിക്കർ വരെ നമുക്ക് ഇവിടെ കാണാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് ബ്രാൻഡ് ന്യൂ കാറിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, ടെസ്റ്റ് ഡ്രൈവ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റിക്കർ കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതുപോലെ ഹെഡ് റെസ്റ്റിൻ്റെ ആ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ആകെ സീറ്റിൻ്റെ ഇത് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ കാണാനുണ്ട്. ഫ്രണ്ട് ഡോറാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡോറിൽ കാണിച്ചു തരാം. അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റിക്കർ. അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു ബ്രാൻഡ് ന്യൂ തന്നെയാണ് എന്നുള്ളതാണ്. ഇതാണ്ടോ,
ഇതൊക്കെ നമുക്ക് ഒരു ഫാക്ടറിയിൽ നിന്ന് വരുന്നൊരു ഫീലാണ്. അത് പി ഡി ഐ സമയത്ത് ഇതൊക്കെ അഴിച്ചെടുക്കും. അപ്പോൾ അതിന് മുമ്പ് പി ഡി ഐ ചെയ്യുന്നതിന് മുമ്പ് വേണം നമ്മൾ വന്ന് വാഹനം പരിശോധിക്കാനായിട്ട് എന്ന് പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ തട്ടോ മുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്ക്രാച്ചുകളുണ്ടോ ഇതൊക്കെയാണ് നമ്മളൊന്ന് വെരിഫൈ ചെയ്യേണ്ടത്. പിന്നെ ഇവർ തരുന്ന ഒരു എൻജിൻ നമ്പർ കാര്യങ്ങളൊക്കെ ഇതിലിപ്പോൾ ഒരുപാട് നമുക്ക് കാണിക്കാൻ നിർത്തില്ല, കാരണം ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണുള്ളത്. ഏജിങ്ങിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണമെന്ന് പറയാം. പിന്നെ എനിക്കിതിപ്പോൾ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട എന്ത് കാര്യമാണെന്നറിയോ, ബ്രിഡ്ജിസ്റ്റോണിൻ്റെ ടയറാണ് കിട്ടിയിട്ടുള്ളത്. അതെന്തായാലും ലെക്കായി എന്ന് പറയാം. 4 ബ്രിഡ്ജിസ്റ്റോണിൻ്റെ ടയർ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഏജിങ് അധികം അല്ലെങ്കിൽ തന്നെ പിന്നെ ബാക്കി വണ്ടി ഓൾമോസ്റ്റ് ഒരു 90% പക്കയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ അവർ വണ്ടി കയറിയിട്ടുണ്ട് ഏകദേശം ദിവസങ്ങൾക്കുള്ളിൽ എത്തുമെന്നൊക്കെ പറഞ്ഞാൽ പോലും നിങ്ങൾ ആ ഫോം 20 നോക്കുക, അല്ലെങ്കിൽ അവരോട് ഒന്ന് ചോദിക്കുക. അല്ലെങ്കിൽ മിക്ക ഫോം 20 ഒന്ന് അയച്ചുതരാൻ പറഞ്ഞാൽ ആരായാലും അയച്ചിരും, കാരണം അത് നമ്മൾ കാണിക്കേണ്ട ബാധ്യത അവർക്കുള്ളതാണ്. അപ്പോൾ അത് അയച്ചെന്നാൽ അതിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. അതിൽ പ്രധാനമായിട്ട് നോക്കാം. പിന്നെ നമ്മളിപ്പോൾ ഈ കാഴ്ചയിൽ നമുക്ക് കാണുന്നത്, ഇപ്പോൾ നിങ്ങൾ എത്ര എക്സ്പേർട്ടിനെ കൊണ്ടുവന്നാലും ഇത്ര തന്നെ നമുക്കൊരു പുതിയ വാഹനത്തിൽ നോക്കാനുള്ളൂ. അല്ലാതെ മലമറിക്കുന്ന രീതിയിൽ നമ്മളിത് എടുത്ത് മറിച്ചിട്ടൊന്നും നോക്കാനോ എഞ്ചിൻ്റെ ഉള്ളിൽ കയറി നോക്കാനോ ഒന്നുമില്ല. എഞ്ചിൻ നമ്പർ ചേസ് നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യുക, ഏജിങ് നോക്കുക, മീറ്റർ റീഡിങ് നോക്കുക, പിന്നെ വല്ല സ്ക്രാച്ച് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ഒന്ന് ചുറ്റി നടന്ന് നോക്കുക. എന്നിട്ട് ഡെലിവറി സമയത്തും അതൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ ചേസ് നമ്പർ എഞ്ചിൻ നമ്പറൊക്കെ അത് നമ്മളൊരു എന്താ പറയുക ഡബിൾ ചെക്ക് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ വേറൊരു ടെസ്റ്റ് ഉണ്ട്. നമ്മളീ കാണിച്ച രജിസ്ട്രേഷൻ ഫോം 20 ഉള്ള അതേ എഞ്ചിനും അതുപോലെ ചേസ് നമ്പറൊക്കെ ആയിരിക്കണം വണ്ടി. ഇല്ലെങ്കിൽ അതിൽ നമ്മളെക്കായി ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് ഷോറൂമുകാരാണ്. കാരണം ഇവരാണ് ഡയറക്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും രജിസ്ട്രേഷന് വേണ്ടിയിട്ട് RTOക്ക് അയക്കുന്നത്. അപ്പോൾ അതിൽ ഒരു 99% ഉത്തരവാദിത്വം ഷോറൂമുകാർക്ക് തന്നെയാണ് വരിക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇത് എഞ്ചിൻ്റെ ഭാഗങ്ങളിലും ഒക്കെ നീറ്റായിട്ട് തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, 1 മാസത്തിൽ പോലും പഴക്കമില്ലാത്തൊരു വാഹനമാണ്. അപ്പോൾ അതിൻ്റേതായുള്ളൊരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫിനിഷ് നമുക്കിതിൽ കാണാനുണ്ട് എന്ന് പറയാം. അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഈ വണ്ടിയുടെ മൊത്തമുള്ള ലുക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതുപോലെ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്താൽ നല്ലതാണ്. നമുക്ക് ഒരു എന്താ പറയുക 100% മനസ്സിന് തൃപ്തിയായിട്ടുകൊണ്ട് ഒരു വണ്ടി എടുക്കാമെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് ആക്സറി കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്യുന്നില്ല. ഒന്നാമത് സീറ്റാണ് എടുത്തുള്ളത് വേരിയൻ്റ്, അതിൽ ഒരുപാട് ആക്സറിയുടെ ആവശ്യം വരുന്നില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഒരു ക്യാമറ അതിൽ കുറവുണ്ട്, അപ്പോൾ ക്യാമറ ഫിറ്റ് ചെയ്യുന്നുണ്ട്, മാറ്റ് ഇടുന്നുണ്ട്, അത്രേ ഉള്ളൂ. വേറെ ഒന്ന് നമുക്കത് ആവശ്യം വരുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓണത്തിലെ ഡെലിവറി തിരക്കാണ്. എനിക്ക് തോന്നുന്നൊരു 100-300 വാഹനങ്ങളെങ്കിലും ഒരു ഡീലർഷിപ്പിൽ വിൽക്കുന്ന സമയമാണ് മാരുതിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ. അപ്പോൾ അവർക്ക് ആക്സറി ഒക്കെ അത്രയും ബിസി ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ സമയത്ത് നമ്മൾ അതും കൂടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടാൻ ഡിലേ ആവും. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്രോസസ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പെർഫെക്ഷനിലൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നീട് ചെയ്യാം, നമുക്ക് സമയമുണ്ടല്ലോ, അത് വണ്ടി എടുക്കാം അല്ലേ. കാരണം പിന്നീട് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് ഇതിലൊന്നും ചെയ്യാനില്ല എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടൊരു പോയിന്റ്. പക്ഷേ ബേസ് വേരിയൻ്റ് ഒക്കെ എടുക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി എന്തുകൊണ്ട് ഗിനിസ് എന്നുള്ള ഉത്തരം ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അതിനുള്ള ഉത്തരം എന്തായാലും തരുന്നുണ്ട്, അത് ഡെലിവറി സമയത്ത് പറയാട്ടോ. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ കാര്യങ്ങളിലൊക്കെ എന്നുള്ളത് കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ഒരുപാട് തന്നെ അടുത്തൊരു കാണാം. ബൈ ബൈ.